കാപ്പിത്തോട്ടത്തിലാണുള്ളത്. ഇപ്രാവശ്യം നല്ല മഴ കിട്ടിയോണ്ട് കാപ്പിയൊക്കെ നല്ല പൂത്ത് കിട്ടീനു. ഇപ്പൊ ഇതാ പൂക്കളൊക്കെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചെടിയിലൊക്കെ കാണാം, ഇതാ പൂവൊക്കെ വിരിഞ്ഞ് കരിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും മഴ കിട്ടണം, എന്നാൽ മാത്രമേ ഇതൊക്കെ പിടിച്ചു കിട്ടുള്ളൂ. ഇത് അതിനുള്ളൊക്കെ ഈ കരിച്ചിലിങ്ങനെ മാറ്റി കാണുന്ന അരിമ്പ് കണ്ടില്ല, ഈ അരിമ്പൊക്കെ സെറ്റായി കിട്ടണമെങ്കിൽ വീണ്ടും നല്ല മഴ അല്ലെങ്കിൽ നല്ല നനവ് വേണം. അപ്പൊ മഴ ഇനി കാണുന്നില്ല, ഇനി നമുക്ക് വേഗം ചെയ്യാം, തോട്ടം നനച്ചു കൊടുക്കാം. എന്നാൽ മാത്രമേ ഈ ചെടിയിലൊക്കെ ഇഷ്ടംപോലെ അരിമ്പ് വന്നിട്ടുണ്ട്, ഇതൊക്കെ പിടിച്ചു കിട്ടുള്ളൂ. എല്ലാ ചെടികളും ഇങ്ങോട്ട് വാടിയിട്ടുണ്ട്. ഇങ്ങനെ വാടിയ സമയത്ത് നല്ല നനവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സെറ്റായി കഴിഞ്ഞ അരിമ്പുകളൊന്നും നമുക്ക് ചെടിയിൽ പിടിച്ചു കിട്ടൂല. അപ്പൊ നമ്മൾ തോട്ടം നനയ്ക്കാനായിട്ടേ 5 HP മോട്ടറിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. അത് ഇതുപോലുള്ള അലുമിനിയം പൈപ്പ് കണ്ടോ, ഓരോ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. ഇവിടുന്ന് ഒരു കണക്ട് ചെയ്തു, ഏകദേശം 20 അടി കഴിഞ്ഞാലാണ് അടുത്ത കണക്ഷൻ വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ അലുമിനിയം പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ നമ്മൾ തോട്ടത്തിന്റെ ഓരോ ഭാഗത്തേക്കും പൈപ്പ് ലൈൻ കൊണ്ടുപോകും. ഇടയ്ക്ക് നമ്മൾ 10 അടിയുടെ പൈപ്പ് ഉപയോഗിക്കും. അത് നമുക്ക് നനയ്ക്കേണ്ട സൗകര്യം ഓരോ സ്ഥലത്തിന്റെ ഓരോ ഭാഗം എത്തുമ്പോൾ എവിടേക്കാണ് വെള്ളം എത്തിക്കേണ്ടത് അങ്ങനെ നോക്കിയിട്ട് 10 അടിയുടെ കുറച്ച് പൈപ്പും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പ്രിംഗ്ലറിന്റെ പൈപ്പ് നമ്മൾ ഈ ലൈനിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ തോട്ടത്തിന്റെ ഈ ഭാഗത്താണ് നനയ്ക്കുന്നത്. അപ്പൊ ഇത് അവിടെ നിന്ന് ഇങ്ങനെ ടീ ഇട്ടിട്ട് നമ്മൾ ലൈൻ ഇങ്ങനെ കൊണ്ടുപോയി ഇതൊരു സ്പ്രിംഗ്ലറിന്റെ പൈപ്പാട്ടോ. അപ്പൊ അവിടെ ഇതുപോലെ നമ്മൾ സ്പ്രിംഗ്ലറിന്റെ കണക്ഷൻ കൊടുക്കും. അടിയുന്നുണ്ടോ? ഇതുപോലെ സ്പ്രിംഗ്ലർ സെറ്റായി ഇങ്ങനെ കറങ്ങിക്കോളും. നമ്മൾ ഒരു സമയം നനയ്ക്കുമ്പോൾ 4 സ്പ്രിംഗ്ലറാണ് വർക്ക് ചെയ്യുക. നമ്മൾ മോട്ടറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇതുപോലെ 4 എണ്ണം വർക്ക് ചെയ്യും. ഏകദേശം നമുക്കൊരു 30-35 സെന്റ് 40 സെന്റ് സ്ഥലം വരെ നമുക്ക് ഒരു സമയം നനഞ്ഞു കിട്ടും. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6-7 മണിക്കൂറുകളാണ് ഒരു ഷിഫ്റ്റ് നനയ്ക്കുക കേട്ടോ. ഇപ്പോഴത്തെ ചൂടിനൊക്കെ ഏകദേശം അത്രയും നനവ് വേണം, എന്നാലേ നമ്മുടെ കാപ്പിയിലുള്ള അരിമ്പുകളൊക്കെ നല്ല സെറ്റായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. കറക്റ്റ് കണ്ടില്ല, എല്ലാം ഇങ്ങനെ അടിയിൽ നിന്നാണ് നമുക്ക് ഒരേ ലൈനിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്പ്രിംഗ്ലറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ വെള്ളം കിട്ടും. നനയ്ക്കുന്ന സ്ഥലത്തെ ഇതുപോലെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ്. ചില സ്ഥലത്തൊക്കെ മഴ കിട്ടി, നമുക്ക് മഴയൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പം മഴ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ നനയ്ക്കാൻ സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാപ്പിച്ചെടി ഇതുപോലെ നനച്ചു കൊടുക്കുക. ഇങ്ങനെ നനച്ചാലേ ഈ കാണുന്ന അരിമ്പൊക്കെ നമുക്ക് സെറ്റായി കിട്ടുള്ളൂ. അരിമ്പ് സെറ്റായാലേ വരുന്ന വർഷം നമുക്ക് നല്ല കാപ്പി ഉണ്ടാവുള്ളൂ.